എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു ഹോസ്പിറ്റലായിരിക്കും കാണിക്കുക. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഒഹാനും മൊട്ടപ്പനുമാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും, ഒരു മാസത്തെ റെസ്റ്റാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല. എത്രയും വേഗം ഞങ്ങൾ ഈ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ട്രെയിനിങ് ആരംഭിക്കും. അതിന് ഗോഹാനും ഓക്കെ പറയും. ഗോക്കു ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ ആണ്. ഗോക്കു ആണെങ്കിൽ എല്ലാവരോടും പറയും, ചുരുങ്ങിയത് 1 മാസമെങ്കിലും ഇതുപോലെ തന്നെ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും എനിക്ക് പഴയതുപോലായി മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം എന്നോട് തീർത്തു പറഞ്ഞു. അതിനാ കാറ്റ് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. മാജിക് പെയിന് അത് 1 മാസത്തിനുള്ളിൽ വീണ്ടും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിച്ചു കഴിഞ്ഞാൽ നീ പഴയതിലും ഉഷാറാവൂ. ബോക്സ് കിങ് ആണെങ്കിൽ എല്ലാവരും അഭിനന്ദിക്കും. നിങ്ങൾ ശരിക്കും ചെയ്തത് വളരെ വലിയ കാര്യമാണ്. ആ വില്ലന്മാരെ അടിച്ചോടിച്ചത് മാത്രമല്ല, ബാക്കി മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ എടുക്കുന്ന ഈ റിസ്ക് അത് ശരിക്കും പ്രശംസനീയാർഹമാണ്. ഇവിടെ ഒണ്ടപ്പനാണെങ്കിൽ ഭീം പഠിക്കും, ഞാനാണ് ലാസ്റ്റ് മിനിറ്റിൽ അവന്റെ വാല് പറിച്ചെടുത്തത്. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ഉണ്ടപ്പനെ കളിയാക്കും. അവന്റെ ടീമിൽ ചേർന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നതും ഞങ്ങൾ കേട്ടതാണ്. അതിനുണ്ടപ്പൻ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ അവനെ ഡൈവേർട്ട് ചെയ്യാനാണ് അപ്രകാരം പറഞ്ഞത്. അത് കേട്ട് എല്ലാവരും നിർത്താതെ ചിരിക്കും. ഉടനെ ബുൽമ അവനാണെങ്കിൽ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു വരും. അതിനുശേഷം TV ഓൺ ചെയ്യുകയാണ്. വോട്ട് സയാൻ വന്ന ആ ഒരു പേടകം അതിപ്പോ റിസർച്ചേഴ്സ് ലാബിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇപ്പൊ TVയിൽ പറയാ. ഇതേതോ ഏലിയൻസ് ഉപയോഗിച്ചിരുന്ന ഒരു തരം പേടകമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരിക്കും ആൾ പറയാ. ബുൽമയാണെങ്കിൽ ആ റിമോട്ട് കാണിക്കും. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേടകത്തിൽ കയറി ായിട്ടും ആ ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് കഴിയും. ഞാൻ ഈ റിമോട്ട് ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ടും പഠിച്ചു. എന്നെ കൊണ്ട് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അതിന്റെ ബട്ടൺ അമർത്തും. അടുത്ത നിമിഷം ആ ഒരു പേടകം അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ബുൽമയാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അതിനുശേഷം ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ എല്ലാവരോടായിട്ട് പറയും, നമുക്ക് മുകളിലേക്ക് പോകാനുള്ള പേടകം അത് പൊട്ടിത്തകർന്നു. ഇനി നമ്മൾ എങ്ങനെ മുകളിലേക്ക് പോകും? അതിന് ബുൽമ അവളാണെങ്കിൽ മൊട്ടപ്പനോട് ദേഷ്യപ്പെടും, നീയാണ് വെറുതെ ഈ റിമോട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. അതിന് മൊട്ടപ്പൻ പറയും, ഞാൻ ആ റിമോട്ട് തന്നത് അത് നശിപ്പിച്ചു കളയാനല്ല, മറിച്ചത് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാനാണ്. നീയാണ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ അത് തകർത്തുവെന്ന് പറയും. അങ്ങനെ അവരാണെങ്കിൽ പരസ്പരം തർക്കിക്കുന്ന അതേസമയം ഇപ്പൊ ബ്ലാക്ക് മാൻ അവിടേക്ക് കടന്നു വരും. ബുൽമ അവളെ കണ്ട് പേടിക്കും. മൊട്ടപ്പനാണെങ്കിൽ അടുത്തേക്ക് വന്ന് ക്യാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു അടിപൊളി പേടകം അത് ഞാൻ തരാം. ആരെങ്കിലും എന്നോടൊപ്പം വരികയാണെങ്കിൽ ആ ഒരു സ്പേസ് ഷിപ്പ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ ബുൽമയോട് പറയും, നിനക്കല്ലേ ഈ സ്പേസ് ഷിപ്പുകളെ കുറിച്ചും ടെക്നോളജികളെ കുറിച്ചും ഒരുപാട് കാര്യം അറിയാവുന്നത്, സോ നീ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ പോകണം. ബുൽമയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ആദ്യം ഒരല്പം ഭയം തോന്നും. വേറെ വഴിയില്ലാതെ അവള് ഭയത്തോടുകൂടെ ആ ഒരു വലിയ പായലേക്ക് കയറുകയാണ്. ഞൊട്ടിക്കടയിൽ അവരവിടെ നിന്ന് ഇൻവിസിബിളായി ഇപ്പോ മറ്റൊരു തുറസായ പ്രദേശത്ത് വിസിബിളായി വരികയാണ്. താൻ പറഞ്ഞ ആ ഒരു സ്പേസ് ഷിപ്പ് അതിവിടെയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ മുൻപിലേക്ക് നടക്കും. ഒത്തിരി ദൂരം നടന്നു കഴിയുമ്പോൾ ബുൽമ തളരും. അതിനുശേഷം ബ്ലാക്ക് മാൻ ഇപ്പൊ വലിയ വലിയ മലകള് അത് ഹായ് ആയിട്ട് കയറും. ബുൽമയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ദൂരത്തായി വലിയ പേടകം അത് അവൾക്ക് കാണിച്ചു കൊടുക്കും. ബുൽമയാണെങ്കിൽ ആ പേടകത്തിന്റെ അടുത്തേക്ക് വന്ന് അത് ചെക്ക് ചെയ്യും. സത്യത്തിൽ ഇതിന് ഒരുപാട് പഴക്കമുണ്ട്, ഇതാരുടെയാണ്? അതിന് ബ്ലാക്ക് മാൻ പറയും, പേടകം എനിക്ക് കാണിച്ചു തന്നത് എന്റെ മാസ്റ്റർ കാമയാണ്. കട്ട് ചെയ്താ ഇപ്പൊ കാമയാണെങ്കിൽ അവന്റെ സ്റ്റോറി പറയും. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി, ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ പാരന്റ്സിന് വേണ്ടി ഞാൻ ഒരുപാട് കാലം ഇവിടെ വെയിറ്റ് ചെയ്തു. 20 വർഷത്തോളം ഞാൻ ഇവിടെ ചെലവഴിച്ചു. പക്ഷേ പതിയെയാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന്. അതിനിടയിലാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് സ്വന്തമായി അവിടെ ഒരു വീടുണ്ടായിരുന്നുവെന്ന്. അതിന് 4 ചെറിയ കാലുകളും വലിയൊരു ബോഡിയും ഉണ്ടായിരുന്നു. ഇതാ ബുൽമയാണെങ്കിൽ ആ സ്റ്റോറി കേട്ട് ഷോക്കായി. അദ്ദേഹത്തിന്റെ വീട് അത് ഈ സ്പേസ് ഷിപ്പ് ആയിരുന്നു. അതിന് ബ്ലാക്ക് മാൻ പറയും, അതെ, ഇതിനോട് ഒരു കമാൻഡ് കൊടുത്താ ഇത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ് ഇപ്പൊ ബ്ലാക്ക് മാനും ബുൽമയും അതിന്റെ അടുത്തേക്ക് വന്ന് പോപ്പ് എന്ന് പറയും. അടുത്ത നിമിഷം അതിന്റെ ഡോറ് അത് തുറന്ന് താഴേക്ക് വരും. മാനും ബുൽമയും അതിൽ കയറി നിൽക്കും. അതിനുശേഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ പിക്കലോ എന്ന് ഉച്ചത്തിൽ പറയും. അത് മുകളിലേക്ക് പോയി ആ ഡോർ ക്ലോസ് ആവും. അത് വന്നതിന് ശേഷം ബ്ലാക്ക് മാൻ പറയും, ആക്ച്വലി കാമി അദ്ദേഹം വേറെ ഏതോ ഗ്രഹത്തിലുള്ള ഒരാളായിരുന്നു. എന്തിനിവിടേക്ക് വന്നു, എന്തായിരുന്നു അദ്ദേഹത്തിനെയും ഇതൊന്നും അദ്ദേഹത്തിനും അറിയില്ല, എനിക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെതായി ആകെ ഉണ്ടായിരുന്നത് ഈ വീടാണ്. നിങ്ങൾ പറയുന്ന പേടകം അല്ലെങ്കിൽ സ്പേസ് ഷിപ്പ് അതിതാണോ? ഉൽമയാണെങ്കിൽ അത് ചെക്ക് ചെയ്യും. അതെ, ഇത് തന്നെയാണ് ആ സ്പേസ് ഷിപ്പ്. അവൻ ഇവിടേക്ക് വന്നത് ഇതിൽ തന്നെ ആയിരിക്കണം. സോ ഇതിന് നല്ല സ്പീഡും പവറും ഉണ്ടായിരിക്കും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ വീണ്ടും പറയും, ഒരുപക്ഷെ അവരുടെ ഗ്രഹം അത് നശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാരന്റ്സ് ആയിരിക്കും ഇവിടേക്ക് അദ്ദേഹത്തെ അയച്ചിട്ടുണ്ടാവുക. പിന്നാലെ അവരും ഇവിടേക്ക് വരാമെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ബുൽമയാണെങ്കിൽ ഹാപ്പിയാവും. അവളാണെങ്കിൽ അതെങ്ങനെയെങ്കിലും പാട്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമങ്ങൾ ആരംഭിക്കും. അവൾ ഓരോ ബട്ടണില് മാറി മാറി പ്രസ് ചെയ്യും. ഓ നോ, ഇത് അനങ്ങുന്നില്ല. ഒരുപക്ഷെ ഇത് സെൻസർ ആയിരിക്കോ? ഏതെങ്കിലും മെയിൻ സ്വിച്ച് ഇതിന് കാണുമോ? അതിനാ ബ്ലാക്ക് മാൻ പറയും, ഒരുപക്ഷെ
വോയിസ് ആയിരിക്കും ഇതിന്റെ കൺട്രോൾ പാനൽ. വീണ്ടും പിക്കലോ എന്ന് പറഞ്ഞ ഇത് സ്റ്റാർട്ട് ആയെങ്കിലോ അതിന് ബുൽമ പറയും അത് ഡോർ തുറക്കാനുള്ള പാസ്വേഡാണ്. മറ്റെന്തോ ഒരു വോയിസ് നോട്ടാണ് ഇത് സ്റ്റാർട്ട് ആവാനുള്ളത്. ഉടനെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവളോട് പറയും എനിക്ക് ആ നമക്കിയൻ ലാംഗ്വേജ് അതറിയാം. ഒരു ലാംഗ്വേജ് എനിക്ക് കാമയാണ് പഠിപ്പിച്ചു തന്നത്. അതുപയോഗിച്ച് ഇതിന് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അത് കേൾക്കുമ്പോൾ ബുൽമയ്ക്കും അതൊരു നല്ല ഐഡിയ ആണെന്ന് മനസ്സിലാവും. ബുൽമയാണെങ്കിൽ ബ്ലാക്ക് മാനോട് ഇപ്പൊ ആ ഒരു നമക്കിയൻ ലാംഗ്വേജിൽ ജൂപ്പിറ്ററിലേക്ക് പോകണം എന്ന് പറയാനായിട്ട് ബ്ലാക്ക് മാനോട് ആവശ്യപ്പെടും. അവനാണെങ്കിൽ അതനുസരിച്ച് ഇപ്പൊ കമാൻഡ് കൊടുക്കും. അടുത്ത നിമിഷം സ്പേസ് ഷിപ്പ് അത് സ്റ്റാർട്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിപ്പോ ജൂപ്പിറ്ററിലേക്ക് എത്തുകയാണ്. നാമിയും ബുൽമയും ബ്ലാക്ക് മാനും അവർ രണ്ടുപേരും അത്ഭുതത്തോടു കൂടെ നോക്കും. അവരിപ്പോ ജൂപ്പിറ്ററിൽ എത്തിയിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, ഇത് ശരിക്കും അടിപൊളിയാണ്. ഉറപ്പായാലും ഇതിന്റെ സഹായത്താൽ നമുക്ക് നമക്കിയനിലേക്ക് പോകാൻ കഴിയും. കട്ട് ചെയ്ത ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കും. നാമിയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയും. ആ ഒരു സ്പേസ് ഷിപ്പ് അത് കാണാൻ വളരെ പഴയതാണെങ്കിലും അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരല്പം മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി നമുക്ക് അതിൽ ഒരു മാസം കൊണ്ട് നമക്കിയനിലേക്ക് എത്താൻ പറ്റും. സോ എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണം. ബ്ലാക്ക് മാൻ അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ടാവും. അതിനാ ബ്ലാക്ക് മാൻ പറയും അയ്യോ ഇല്ല എന്നെ കൊണ്ട് അവിടേക്ക് വരാനായിട്ട് കഴിയില്ല. ഇപ്പൊ ടെമ്പിളിൽ ഞാൻ മാത്രമാണ് ഉള്ളത്. മിസ്റ്റർ കാമിയുടെ അഭാവത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ഒരു മാസത്തേക്ക് എനിക്ക് മാറി നിൽക്കാനായിട്ട് കഴിയില്ല. അതിന് ബുൽമയാണെങ്കിൽ ടെൻസ്ഡ് ആവും. നിങ്ങൾക്ക് മാത്രമേ അതിന് കമാൻഡ് കൊടുക്കാൻ കഴിയൂ. ആ നമക്കിയൻ ലാംഗ്വേജ് അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിന് മൊട്ടപ്പം പറയും കുഴപ്പമില്ല, അവൻ നിന്നെ ആ ലാംഗ്വേജ് പഠിപ്പിച്ചു തരും. ആവശ്യമുള്ള വാക്കുകളും കാര്യങ്ങളും നീ പഠിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവിടേക്ക് പോവാം. ബുൽമ പറയും ഞാൻ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും അവിടേക്ക് പോവില്ല. ആരെങ്കിലും എന്നോടൊപ്പം സഹായത്തിന് വരണം. മൊട്ടപ്പനാണെങ്കിൽ ഞാൻ തയ്യാറാണ്, ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് ഇപ്പൊ സമ്മതം അറിയിക്കും. അങ്ങനെ എല്ലാവരും ഇപ്പൊ കാര്യമായിട്ട് അവിടേക്ക് പോകാനുള്ള പ്ലാനിങ്സ് നടത്തും. ഉടനെ ഗഹാനാണെങ്കിൽ ഇപ്പൊ പതിയെ അവന്റെ ശബ്ദം ഉയർത്തി പറയും ഞാനും നിങ്ങളോടൊപ്പം വരും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചേച്ചി. അവളാണെങ്കിൽ ഗഹാനോട് പറയും വളരെ സീരിയസ് ആയിട്ട് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തമാശ പറയാനുള്ള സമയമല്ല, നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക്. നിനക്ക് റെസ്റ്റാണ് ഇപ്പൊ ആവശ്യം. അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോകണം. ഒരുപാട് ദിവസമായി നിന്റെ ക്ലാസ്സുകളും മുടങ്ങിക്കിടക്കുകയാണ്. ഗഹാനാണെങ്കിൽ ടെൻസ്ഡ് ആവും. എനിക്ക് പോയേ പറ്റൂ. ഞാൻ പറയുന്നത് തമാശയല്ല. എന്റെ മാസ്റ്റർ പിക്കലോയും എന്റെ ഫ്രണ്ട്സും എല്ലാവരും നമ്മളെ രക്ഷിക്കാൻ കൂടിയാണ് മരണപ്പെട്ടത്. സോ എനിക്കിത് കണ്ട് വെറുതെ നോക്കി നിൽക്കാനായിട്ടാവില്ല. അത് കേട്ട് ചീച്ചിയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ നിന്നെ എവിടേക്കും പറഞ്ഞയക്കില്ല. ഗോഹാനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആരൊക്കെ എന്നെ തടയാൻ ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഗോകുവിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് അതെനിക്കുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. എന്റെ മാസ്റ്റർ പിക്കലോയെ എനിക്ക് തിരികെ കൊണ്ടുവരണം. അതിനുശേഷം അദ്ദേഹത്തിന്റെ അണ്ടറിൽ എനിക്ക് ട്രെയിനിങ് എടുക്കണം. മറ്റൊന്നും എനിക്കിനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ബാൻഡേജ് ഒക്കെ വലിച്ചൂരാനായിട്ട് തുടങ്ങും. ചീച്ചിയാണെങ്കിൽ ടെൻസ്ഡായി കരയാനായിട്ട് ആരംഭിക്കും. ഓക്സ് കിങ് ആണെങ്കിൽ ഇപ്പൊ ചീച്ചിയെ ആശ്വസിപ്പിക്കും. അവൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോരാളിയാണ്. അവൻ ഗോകുവിന്റെ മകനാണ്. അവനൊന്നും സംഭവിക്കില്ല. ബുൽമയാണെങ്കിൽ ചീച്ചിയോട് പറയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഉറപ്പായാലും അവന് യാതൊരു ആപത്തും വരാതെ ഞങ്ങൾ അവനെ പരിപാലിച്ചുകൊള്ളാം. 10 ദിവസം ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ എനിക്ക് സമയം വേണം. അതിനുശേഷം റോഷിയുടെ വീട്ടിൽ വെച്ച് നമ്മളെല്ലാവരും യാത്ര അത് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 10 ദിവസത്തിന് ശേഷം മാസ്റ്റർ റോഷിയുടെ വീട് കാണിക്കുകയാണ്. ആ ഒരു പേടകമാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ വീട്ടിലേക്ക് എത്തിച്ച് അവർ ചില മോഡിഫിക്കേഷനും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ബുൽമയും മൊട്ടപ്പനും ഒരു രണ്ടുപേരും യാത്ര പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോ നമ്മുടെ ഗോഹാന്റെ കാറ് അത് അവിടേക്ക് എത്തുകയാണ്. ഗോഹാനാണെങ്കിൽ പുതിയ ലുക്കിൽ പുറത്തേക്ക് വരും. അവന്റെ പുതിയ ലുക്ക് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. അതിന് ചീച്ചി പറയും ഞാൻ എന്റെ മകനെ സുന്ദരനാക്കിയിരിക്കുകയാണ്. ഇവൻ എന്നെ പോലെ തന്നെയാണ്, വളരെ സൗന്ദര്യമുള്ളവനാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ ബുൽമയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് എത്രയും വേഗം മിഷൻ കംപ്ലീറ്റ് ആക്കി വരാൻ പറയും. അങ്ങനെ എല്ലാവരും ഇപ്പോ ഡോറിൽ കയറി നിൽക്കുകയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ഒരുപാട് ലഗേജുകൾ അതിൽ വെച്ചു കൊടുക്കും. ബുൽമയാണെങ്കിൽ ആ ഡോർ ക്ലോസ് ചെയ്ത് അകത്തേക്ക് വരും. ബുൽമ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് ഇപ്പോൾ അവർക്ക് പോകാനുള്ള ആ ഗ്രഹത്തിന്റെ പേര് പറയാണ്. അടുത്ത നിമിഷം അത് നല്ല ഫോഴ്സിൽ മുകളിലേക്ക് അങ്ങനെ തെറിച്ചു പോകും. ഗോഹാനും മൊട്ടപ്പനും ആണെങ്കിൽ പ്രോപ്പറായിട്ടൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. ആ ലഗേജസ് ഒക്കെ ഓരോ ഭാഗത്തേക്ക് തെറിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിന്റെ സ്പീഡ് കണ്ട് ഷോക്കാവും. അത് അല്പദൂരം സഞ്ചരിച്ച് സ്പേസിലെത്തുമ്പോൾ അത് സ്റ്റേബിൾ ആവും. അത് കണ്ട് ബുൽമയാണെങ്കിൽ ഇപ്പോൾ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവരോട് പറയും എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, മാത്രമല്ല നിങ്ങളുടെ സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് എവിടെയെങ്കിലും അടുക്കി വെക്കാന്നൊക്കെ പറഞ്ഞ് അവൾ അകത്തേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് വരും. ഇവിടെ അവനാണെങ്കിൽ പിക്കലോടെ വസ്ത്രവുമായിട്ട് സാമ്യമുള്ള ചില ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് കാണിക്കും. മൊട്ടപ്പനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ബുൽമയുടെ പുതിയ ലുക്ക് കണ്ട് എല്ലാവരും വണ്ടർ അടിക്കും. ഗോഹാനാണെങ്കിൽ അവളോട് ചോദിക്കും ഇതൊരല്പം ഓവറല്ലേ, നിനക്കിതിടുമ്പോൾ അൺകംഫർട്ടബിൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ലേ? അതിന് ബുൽമ പറയും ഞാനാണ് ഈ സ്പേസ് ഷിപ്പിന്റെ ക്യാപ്റ്റൻ, അതുകൊണ്ട് തന്നെ ഞാനൊരല്പം ഡിഫറെന്റ് ആയിട്ട് വേണം ഇതിലുണ്ടാവാൻ എന്ന് പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കും. പിന്നീട് ഒരുപാട് ദിവസങ്ങൾ അവര് ഭക്ഷണം കഴിച്ചും
ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തും അങ്ങനെ അവരുടെ യാത്ര അത് തുടർന്ന് കൊണ്ടുപോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.